ചാലക്കുടിയിൽ പെയിന്റ് ഗോഡൌണിൽ ഉണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. നോർത്ത് ചാലക്കുടിയിലെ പെയിന്റ് സൂക്ഷിക്കുന്ന ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. ചാലക്കുടി, പുതുക്കാട്, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നമുക്കൊപ്പം ചേരുന്നത്. ലെവിൻ, അങ്ങനെ തീ നിയന്ത്രണ വിധേയമാക്കി അല്ലെ? വലിയ തീപിടുത്തമാണല്ലോ ഉണ്ടായത്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നതിനെ പറ്റി ഒരു സ്ഥിരീകരിച്ച വിവരം ലഭിക്കുന്നുണ്ടോ ലെവിൻ? ബിനിൽ, തീ അല്പസമയങ്ങൾക്ക് മുൻപാണ് നിയന്ത്രണ വിധേയമാക്കിയത്. ഇപ്പോഴും തീ അണഞ്ഞിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഫയർഫോഴ്സും പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെ ചേർന്ന് തീ പൂർണ്ണമായും അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാനാകും. രാവിലെ 8:30യോടുകൂടിയാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. അതിനുശേഷം കനത്ത മഴ പെയ്യുമ്പോഴും ഈ കെട്ടിടമാകെ തീ ആളിപ്പടരുകയായിരുന്നു. ആശങ്കയായി ഉണ്ടായിരുന്നത് തൊട്ടടുത്തുള്ള ഒരു ഗ്യാസ് ഗോഡൌൺ ആയിരുന്നു. അതും സമീപ പ്രദേശങ്ങളിലേക്കും തീ ആളിപ്പടരാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടലുണ്ടായി. 8:30യോടുകൂടി തന്നെ അതിവേഗത്തിൽ ചാലക്കുടിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തുകയും ഊക്കൻസ് എന്ന ഈ സ്ഥാപനത്തിൽ എത്തി അവിടെ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള നടപടികൾ ഏതാണ്ട് സ്വീകരിക്കുകയും ചെയ്തു. ഇരിങ്ങാലക്കുട, അതോടൊപ്പം തന്നെ പുതുക്കാട്, സമീപ പ്രദേശങ്ങളായ അങ്കമാലി അടക്കമുള്ള യൂണിറ്റ് സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടി ഇവിടേക്ക് എത്തി. ആദ്യഘട്ടത്തിൽ 3 യൂണിറ്റുകളായിരുന്നു തീ അണയ്ക്കാൻ ഇവിടെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടത്. ഇപ്പോൾ നമ്മോടൊപ്പം ഫയർഫോഴ്സ് ഓഫീസറായിട്ടുള്ള വൈശാഖ് ചേരുകയാണ്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായെന്നാണ് കരുതുന്നത്? എത്ര സമയമെടുത്തു തീ നിയന്ത്രണ വിധേയമാക്കുന്നത്? നിലവിൽ നമുക്ക് 8:30 മണിക്കാണ് കോൾ വരുന്നത്, ഈ പറയുന്ന പെയിന്റ് ഗോഡൌണിൽ തീ പിടിച്ചു എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കി. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ചാലക്കുടി, തൃശ്ശൂർ, പുതുക്കാട്, മാള, ഇരിങ്ങാലക്കുട, കൂടാതെ എറണാകുളത്ത് നിന്ന് അങ്കമാലി തുടങ്ങിയ യൂണിറ്റുകൾ കൂടെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു. ഫോം ഉപയോഗിച്ചിട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയതാണ്. ഷോർട്ട് സർക്യൂട്ടാണ് നമ്മൾ അനുമാനിക്കുന്നത്. ഈ പെയിന്റ് സാധന സാമഗ്രികളായിരുന്നല്ലോ ഇവിടെ സൂക്ഷിച്ചിരുന്നത്? അതെ, പെയിൻറ്റും അതുപോലെ തന്നെ ഫർണിച്ചർ, അത് റെസിൻ തുടങ്ങിയ വസ്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തീ പിടിക്കാൻ അപായ സാധ്യത വളരെ ഉള്ള ഒരു മേഖല കൂടിയാണ്. എന്താണ് കാരണമെന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ? നിലവിൽ ഓണർ പറയുന്നത് അവർ രാവിലെ തുറന്നു നോക്കിയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു പുക കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ടാണ് നമ്മൾ അനുമാനിക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഷോർട്ട് സർക്യൂട്ടാണോ അല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്താണ്? കൺട്രോൾ ചെയ്തു, ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്താണ്? ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ 5ഓളം യൂണിറ്റുകൾ ഇവിടെ തന്നെ സ്റ്റാൻഡ് ബൈ നിൽക്കുകയാണ്. അപ്പോൾ അതുകൂടെ തന്നെ ഏകദേശം 50ഓളം ജീവനക്കാരുമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു റീഇഗ്നേഷനോ അപായ സാധ്യത വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രവർത്തിക്കുക, അത് തീ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വീണ്ടും ഫയർ ഔട്ട് ആവാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഭ്രാന്തപ്പെടേണ്ട കാര്യമില്ല. തിന്നർ, അതുപോലെ പെയിൻറ്റ് തുടങ്ങിയ വസ്തുക്കളാണ്. തിന്നർ, പെയിൻറ്റ് തുടങ്ങിയ വസ്തുക്കൾ വീണ്ടും റീഇഗ്നേഷനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വെള്ളമല്ല ഉപയോഗിക്കുന്നത്, ഫോം കോമ്പൗണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോം കോമ്പൗണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും തീ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ഏതായാലും ഫയർഫോഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പിന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സഹിതം നമുക്ക് കാണാം. ഫയർ ഹോസുകൾ അടക്കം ഇവിടേക്ക് വീണ്ടും എത്തിച്ചുകൊണ്ട് തീ അണയ്ക്കുന്നതിനാൽ, അല്ലെങ്കിൽ ഇനിയൊരു തീ പിടുത്തം ഉണ്ടാകാൻ ഒരു സാധ്യത നിലനിൽക്കുന്നതിനാൽ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. വിപുലമായ ക്രമീകരണങ്ങളാണ് ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 6 വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി നിരവധി യൂണിറ്റുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് കാണാം, പെയിൻറ്റിങ് സാധനങ്ങൾ അല്ലെങ്കിൽ പെയിൻറ്റിങ് പാട്ടകളടക്കം കത്തി പൂർണ്ണമായും ഉപയോഗശൂന്യമായ നിലയിൽ ഇവിടെ കാണാം. ഇതൊരു ഗോഡൗൺ കൂടിയാണ്. അതോടൊപ്പം തന്നെ പെയിൻറ് സാധനങ്ങൾക്ക് പുറമെ, പെയിൻറ്റിങ് സാമഗ്രികൾക്ക് പുറമെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ തീപിടുത്തത്തിൻ്റെ വ്യാപ്തി ഇത്രയേറെ വർദ്ധിക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ളത്. ഏകദേശം 2.5 മണിക്കൂറിലധികമാണ് തീ ആളിപ്പടർന്നത്. ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ ഇന്ന് രാവിലെ ഷോപ്പിൽ എത്തി ഈ തുറന്ന് പരിശോധിക്കുമ്പോഴാണ് തീപിടുത്തം ഉണ്ടായതായി മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചതിന് ശേഷവും അതിവേഗത്തിൽ തന്നെ തീ ആളിപ്പടരുകയായിരുന്നു. ഈ സമയം അത്രയും കനത്ത മഴ ഇവിടെ പെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ അത് ഒരു അനുഗ്രഹം കൂടിയായിരിക്കാം. തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളിലേക്കുള്ള സ്ഥാപനങ്ങളിലേക്കും മറ്റിടങ്ങളിലേക്കൊക്കെ തീ പടരാതിരിക്കാൻ ഈ മഴ കൂടി സഹായിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇവിടെ നടന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് അനുമാനിക്കപ്പെടുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. അത്തരത്തിൽ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സമയോചിതമായ ഇടപെടൽ ഈ തീ അണയ്ക്കുന്നതിന് നാട്ടുകാരുടെ പിന്തുണ, ഇതൊക്കെ വലിയ സഹായകരമായി മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പോൾ ഇവിടെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളുണ്ട്. ചാലക്കുടി MLA അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനും മറ്റുമായി ഇവരുടെ എല്ലാം സംയോജിതമായ ഇടപെടലും ഫലപ്രദമായ ഇടപെടലുകളും മറ്റുമൊക്കെ ഉണ്ടായി. നമുക്ക് കാണാം, ഈ ഗോഡൗണിൻ്റെ മറ്റ് ദൃശ്യങ്ങൾ കാണാം. പ്ലൈവുഡുകൾ അടക്കം പെട്ടെന്ന് എളുപ്പത്തിൽ തീ പിടിക്കാൻ സാധ്യതയുള്ള മറ്റ് സാധനങ്ങളടക്കം ഇവിടെയുണ്ട്.
അതൊക്കെ ഒരു പരിധിവരെ മറ്റ് സാധനങ്ങളൊക്കെ കത്തി നശിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിൽ അങ്ങനെ വലിയൊരു അപകടമാണ് ഒഴിവായത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാർ കൂടി ചേരുകയാണ്. സാർ, ഇതെങ്ങനെയാണ് ഫുള്ള് കൺട്രോളായെന്ന് പറയാൻ പറ്റുമോ സാഹചര്യം? ഏകദേശം കൺട്രോളായിട്ട് എല്ലാ യൂണിറ്റും ഫയർഫോഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ രാവിലെ കട തുറന്നതിന് ശേഷമാണ് സംഭവം ഉണ്ടായതെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കുന്നു പ്രാഥമിക നിഗമനം. ബാക്കി കൂടുതൽ അന്വേഷിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. ഏകദേശം നിലവിൽ ഫയർഫോഴ്സ് എല്ലാ യൂണിറ്റും വന്നിട്ടുണ്ട്. 6ഓളം യൂണിറ്റ് വന്നിട്ട് അതിൻ്റെ ഏകദേശം ഇപ്പോൾ ഒതുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു എത്ര രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്? അന്വേഷിച്ചാൽ അറിയാം. അവർ കണക്കുമെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. അത് അവരോട് തന്നെ ചോദിക്കണം. സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് ചോദിക്കണം. മാർട്ടിൻ പേര് ആള് ഇവിടെ ഉണ്ട്, പരിസരത്തുണ്ട്. അപ്പോൾ ആളോട് ചോദിച്ചാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയാം. തീപിടുത്തം ഉണ്ടായി വലിയ നഷ്ടം തന്നെയാണ് ഈ സ്ഥാപനത്തിനും അതിൻ്റെ ഉടമയ്ക്കുമൊക്കെ ഉണ്ടായിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. 6 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇവിടെ നിലവിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗം തീ അത്രയധികം വരാത്ത പ്രദേശമാണ്. ഇവിടെ ടൈലടക്കമുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെയും തീപിടുത്തത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ സാധനങ്ങളടക്കം നശിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. ഈ ടൈലുകൾ ഒഴിച്ച് ഇവിടെ സൂക്ഷിച്ചിരുന്ന പെയിൻറ്റുകളാണ് ഭൂരിഭാഗവും കത്തി നശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. ഈ സ്ഥാപനത്തിനും ഇതിൻ്റെ ആളുകൾക്കും ഉണ്ടായ നഷ്ടം ഇനിയും തിട്ടപ്പെടുത്തിയിട്ടില്ല. അത് കണക്കാക്കി വരുന്നതേ ഉള്ളൂ. അടിയന്തരമായി തീ അണച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം ദൃശ്യങ്ങളിലൊക്കെ ഈ പെയിൻറ്റിങ് സാധനങ്ങളും അതിനോടനുബന്ധിച്ച മറ്റു വസ്തുക്കളുമൊക്കെ കത്തി നശിച്ചത് കാണാം. ഇപ്പോഴും ഈ പ്രദേശത്ത് തീയും പുകയും ഉയരുന്നത് നമുക്ക് കാണാനാകും. ഏതായാലും അത്തരത്തിൽ വലിയൊരു അപകടമായിരുന്നു ഇവിടെ ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷേ സമയോചിതമായ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഇടപെടൽ കൊണ്ടുകൂടി അത് നിയന്ത്രിക്കാനായി എന്നുള്ളതാണ്. തൊട്ടടുത്തൊരു ഗ്യാസ് ഗോഡൗൺ ഉണ്ടായിരുന്നു. ഈ ഗ്യാസ് ഗോഡൗണിലേക്ക് തീ പടരുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആശങ്ക. അത് മറികടക്കുന്നതിനായി ഈ വലിയ മഴയുണ്ടായിരുന്ന ഒരു സഹായമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ അത് മറികടക്കുന്നതിനായി ഈ ഗ്യാസ് ഗോഡൗണിലെ മുഴുവൻ സാധനങ്ങളും, സിലിണ്ടറുകൾ അടക്കമുള്ള മുഴുവൻ സാധനങ്ങളും ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ സമയോചിതമായി ഇടപെടൽ നടത്താനായതും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി മറ്റു കാര്യങ്ങൾ ചെയ്യാനായതുമൊക്കെ ഈ തീ അണയ്ക്കുന്നതിന് എളുപ്പത്തിൽ സഹായിച്ചു എന്നുള്ളതാണ് ചാലക്കുടിയിലെ പെയിന്റ് ഗോഡൌണിലാണ് വലിയ തീപിടുത്തം ഉണ്ടായത്. ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ്. തീ പൂർണ്ണമായി അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ്. ലെവിൻ കെ വിജയനാണ് വളരെ വിശദമായ റിപ്പോർട്ടുമായി ചാലക്കുടിയിൽ നിന്ന് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്.